ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. മോഹൻ വിളിച്ച് ഭീഷണിപ്പെടുത്തുമ്പോഴേക്കും ടീച്ചർ അമ്മ അക്കാര്യം വിഷ്ണുവിനെ വിളിച്ചറിയിക്കുകയാണ്. വിഷ്ണു കോൾ എടുക്കുമ്പോഴേക്കും വിഷ്ണു സ്റ്റേഷനിലാണോന്ന് ടീച്ചർ അമ്മ ചോദിക്കുന്നുണ്ട്. അല്ല, പുറത്താ, എന്തു പറ്റിയെന്ന് വിഷ്ണുവും. മോഹൻ വീണ്ടും പുറത്തിറങ്ങിയിട്ടുണ്ട്, പരോളിൽ ഇറങ്ങിയതാ എന്ന് ടീച്ചറമ്മ പറയേ. ഇവനൊക്കെ എങ്ങനെ ഇത്ര വേഗം പരോള് കിട്ടുന്നു ദേഷ്യത്തോടെ വിഷ്ണുവും. മറ്റേ തമിഴത്തെ ഭാര്യയ്ക്ക് അസുഖമാണെന്നോ മറ്റോ പറഞ്ഞായിപ്പോ ഇറങ്ങിയത്. ഉദ്ദേശം പതിവ് പോലെ എന്നെ ടോർച്ചർ ചെയ്യല് തന്നെയാ എന്ന് ടീച്ചറമ്മ പറയേ. അവൻ വിളിച്ചോ എന്ന് വിഷ്ണുവും. വിളിച്ചു, നേരിട്ട് ഇവിടെ വരുന്നുണ്ടെന്ന് ഭീഷണിയുമുണ്ട് എന്ന് ടീച്ചറമ്മ പറയേ. പരോളിൽ ഇറങ്ങിയിട്ട് അവന്റെ ഒരു അഭ്യാസവും നടക്കില്ലെന്ന് വിഷ്ണു. ഞാനും അത് തന്നെ അയാളോട് പറഞ്ഞത്. കാലൊടിഞ്ഞ് കൃഷ്ണചന്ദ്രൻ സാർ ഇവിടെ വന്ന് നിൽക്കുന്നതാ. അയാൾക്ക് വിഷമമെന്ന് ടീച്ചറമ്മ പറയേ. അത് നമ്മുടെ മിസ്റ്റേക്ക് തന്നെയാ. ആരായാലും ചോദിച്ചു പോവില്ലേ അയാൾക്ക് ആ വീട്ടിൽ എന്താ കാര്യമെന്ന് എന്ന് വിഷ്ണുവും. ഒറ്റയ്ക്കായത് കാരണം ഡിസ്ചാർജ് കൂടി പറ്റാതെ ഹോസ്പിറ്റലിലായ സാറിനെ ശിവരാമേട്ടനും കനിയും നിർബന്ധിച്ച ഇങ്ങോട്ട് കൊണ്ടുവന്നത് എന്ന് ടീച്ചറമ്മയും. എന്ത് കാരണം കൊണ്ടാണെങ്കിലും ആൾക്കാരെന്ത് പറയുന്ന നമ്മളും കൂടി ഒന്ന് ആലോചിക്കണ്ടേ എന്ന് വിഷ്ണു ചോദിക്കെ. ആൾക്കാരെന്ത് പറഞ്ഞാലും ഈ ചെയ്തത് തെറ്റല്ല എന്നുള്ള ബോധ്യം എനിക്ക് നന്നായിട്ടുണ്ട് എന്ന് ടീച്ചറമ്മയും ഉറപ്പിച്ചു പറയുക. ആ ശരിയുടെ പേരിലാ ഇപ്പൊ ഓരോരുത്തന്മാരും ഓരോന്ന് പറഞ്ഞ് ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്നതെന്ന് വിഷ്ണു പറയേ. അക്കാര്യം ഒന്ന് ശ്രദ്ധയിൽപ്പെടുത്താനാ ഞാൻ വിഷ്ണുവിനെ വിളിച്ചത് എന്ന് ടീച്ചറമ്മയും. അവൻ ഇനി ഇറങ്ങി തിരിക്കുവാണെങ്കിൽ ഞാൻ നോക്കിക്കോളാം. പക്ഷേ നമ്മുടെ ഭാഗത്തും തെറ്റുണ്ടെന്നാ എനിക്ക് പറയാനുള്ളതെന്ന് വിഷ്ണു. അത് തെറ്റാന്നുള്ള ചിന്ത എനിക്ക് ഒട്ടുമില്ല വിഷ്ണു എന്നമ്മ പറയേ. നീക്കാതിരിക്കുന്നത് കൊണ്ട് നമ്മുടെ മിസ്റ്റേക്ക് അല്ലാതാവുന്നൊന്നുമില്ല. എന്നാ ശരി, എന്തേലും ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് വിഷ്ണുവും കോൾ വെക്കുകയാ. കോൾ വെച്ചു കഴിഞ്ഞ ടീച്ചറമ്മയും പെട്ടെന്ന് തന്നെ ചെന്ന് സാറിനെ ഉപ്പും മുളകും ഒഴിഞ്ഞിടുകയാ. സാറും കാര്യമറിയാതെ എന്താ സരസ്വതി സംഗതി എന്ന് ചോദിക്കേ. സാറിനെ ഒന്ന് ഒഴിഞ്ഞിട്ടതാ എന്ന് സരസ്വതിയും. എന്തിനെന്ന് സാറ് വീണ്ടും ചോദിക്കേ. സാറിന്റെ പേടിയും നെഗറ്റീവ് ചിന്തകളും ഒക്കെ മാറാൻ മനസ്സിനൊരാശ്വാസം കിട്ടുമെന്ന് സരസ്വതിയും. ഇതിന്റെയൊക്കെ പിന്നിൽ എന്തെങ്കിലും സയൻസ് ഉണ്ടോ എന്ന് സാറ് ചോദിക്കേ. അതൊന്നും എനിക്കറിയില്ല, അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്. പെട്ടെന്ന് തോന്നി അങ്ങനെ ചെയ്തു. നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ലോജിക് ഇല്ലാതെ ചെയ്യുന്നു സാർ, ഇതും അങ്ങനെ കൂട്ടിയാ മതിയെന്ന് സരസ്വതിയും. അത് കേൾക്കെ പേടി മാറണമെങ്കിൽ മോഹന്റെ പരോള് കഴിയണമെന്ന് സാറും. സരസ്വതിയും ചിരിയോടെ കൊള്ളാം, ഇതൊക്കെ ആരോടാ എന്ന് ചോദിക്കേ. ഇതിന്റെ പേരിൽ നിങ്ങൾക്കുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ ഓർത്തിട്ടുള്ള വിഷമമാണ് സരസ്വതി, അല്ലാതെ ഭയമല്ലെന്ന് സാറ് തൽക്കാലം അതൊക്കെ വിടൂ, അതിനാ ഞാനിപ്പോ കടുക് പൊട്ടിച്ചത് എന്ന് സരസ്വതി പറയേ. ഞാൻ വിട്ടുവെന്ന് സാറും. പിന്നീട് രാത്രിയാവുമ്പോ ബെഡിൽ കിടന്ന് ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്ന കൃഷ്ണചന്ദ്രൻ സാറിന്റെ അടുത്തേക്ക് വീണയെത്തി. സാർ, ഗുളിക കഴിച്ചായിരുന്നോ എന്ന് ചോദിക്കേ. ഇല്ലെന്ന് സാറും. അവൾ ഗുളിക എടുത്തു കൊടുക്കേ. സാറും അത് കഴിച്ച് അവളോട് താങ്ക് യു പറഞ്ഞ്. എന്തുപറ്റി, മുഖത്തൊരു വാട്ടം എന്ന് ചോദിക്കേ. നാളെയാ സന്തോഷേട്ടന്റെ റീജോയിനിങ്. എന്നെ കുട്ടി ഓഫീസിലേക്ക് ചെല്ലണമെന്നാ സന്തോഷേട്ടൻ പറഞ്ഞിരുന്നത്. ഞാൻ കൂടി ചെല്ലുന്നത് സന്തോഷേട്ടന് ഒരു ആത്മവിശ്വാസമാ എന്നവൾ ടെൻഷനോടെ പറയേ. അതെനിക്കറിയാം വീണ എന്ന് സാർ. പക്ഷേ ഓഫീസിലേക്ക് ഞാൻ പോകുന്നത് അമ്മയുൾപ്പെടെ ആർക്കും ഇഷ്ടമല്ല എന്നവൾ സങ്കടത്തോടെ പറയേ. അതെന്താന്ന് അറിയോ വീണ? അവരൊക്കെ വീണ വീണ്ടും സന്തോഷമായി അടുപ്പമാവുമോ അതോ അങ്ങനൊരു അടുപ്പം കാരണമാണോ വീണ പോകുന്നത് എന്നൊരു സംശയം അവർക്കുണ്ട്, അല്ലെങ്കിൽ ഭയക്കുന്നുണ്ടെന്ന് സാറും. സന്തോഷേട്ടൻ ജീവിതത്തിൽ സപ്പോർട്ട് ചെയ്ത ഒരാളെന്ന നിലയിൽ എന്നോട് വലിയ കാര്യ. അതൾക്ക് നോർമലിലേക്ക് എത്താൻ ഒപ്പം നിന്നതിന്റെ നന്ദിയാവാം. അതെനിക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട്, പറയാതെ പറയുന്ന നന്ദികൾ എന്ന് വീണ പറയേ. മനസ്സിലായി, നമ്മളൊക്കെ കണ്ടു ശീലിച്ച ഇവിടുത്തെ സെപ്പറേഷനുകൾ ഉണ്ടല്ലോ വീണ, അതിനെല്ലാം ഒരേ സ്വഭാവമാണ്. ആണുങ്ങൾ പെണ്ണിനെ കുറ്റപ്പെടുത്തും, പെണ്ണാണിനെ കുറ്റപ്പെടുത്തും, പരസ്പരം ശത്രുതയായിരിക്കും. തമ്മിൽ ഒരുമിച്ചുള്ള ജീവിതം തുടരാൻ പറ്റാതിരിക്കുമ്പോഴും പരസ്പരം സൗഹൃദം സൂക്ഷിക്കുന്നത് മറ്റേയാൾക്കൊരാവശ്യം വന്നാൽ ഒപ്പം നിൽക്കുന്നതുമൊക്കെ നല്ലൊരു മാതൃകയാണ്. പക്ഷേ എല്ലാവർക്കും അത് പെട്ടെന്ന് ദഹിക്കില്ല. അതാണ് വീണ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രതിരോധം, അല്ലാതെ വീണ ചെയ്യുന്നത് ശരിയല്ലാതെയല്ല എന്ന് സാർ അവളെ ആശ്വസിപ്പിക്കെ. സാറിന് ഞാൻ നാളെ പോകുന്നതിൽ വിരോധമുണ്ടോ എന്ന് വീണയും. അതല്ലേ കുഞ്ഞെ ഞാൻ ഇത്രയും നേരം പറഞ്ഞത്, എനിക്ക് പൂർണ്ണ യോജിപ്പാണെന്ന് സാറ് ചിരിയോടെ പറയേ. എനിക്കത് മതി സാർ എന്ന് സന്തോഷത്തോടെ വീണയും. ആരെങ്കിലും നമ്മുടെ വഴി തെറ്റല്ലെന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ആത്മവിശ്വാസം ഉണ്ടല്ലോ സാർ, അത് ഞാൻ അറിയുന്നുണ്ട്. ഇപ്പൊ കുറച്ചൊരു സമാധാനമായി എന്ന് വീണയും. നാളെ വീണ പോയിട്ട് വരൂ, എതിർപ്പ് പറയുന്നവർക്കും വീണയെ മനസ്സിലാവും എന്ന് സാർ അവൾക്ക് ആത്മവിശ്വാസം നൽകേ. ശരി സാർ, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് വീണ അവിടുന്ന് പോവുകയാ. പിറ്റേ ദിവസം ഓഫീസിൽ പോവാൻ റെഡിയായിരിക്കുന്ന സന്തോഷിനെയാണ് കാണിക്കുന്നത്. അമ്പലത്തിൽ നിന്നെത്തിയ മണിയും ഡൈനിങ് ടേബിളിൽ റെഡിയായിരിക്കുന്ന സന്തോഷിനെ കാണേ. കുഞ്ഞുട്ടാ, ദാ ചന്ദനം എന്ന് പറഞ്ഞ് അവനെ ചന്ദനം തൊടുവിക്കുക. അപ്പോഴേക്കും പോറ്റിയും അങ്ങോട്ടെത്തി. ഹാ മണി, രാഹുകാലത്തിന് മുമ്പ് ഇറങ്ങണം എന്ന് പറയുന്നതുകൾക്ക് ദേഷ്യത്തോടെ പോറ്റി പിന്നെയും റോള് കളിച്ചു തുടങ്ങിയോ എന്ന് സന്തോഷം ചോദിക്കുക. അയ്യോ അല്ലേ, ഞാനൊരു നാട്ടുനടപ്പ് പറഞ്ഞതാണെന്ന് പോറ്റി പറയേ. അതൊന്നും ഇപ്പോ ഇവിടെ പറയണ്ടെന്ന് സന്തോഷം. നടേശനും റെഡിയായി അങ്ങോട്ടെത്തുമ്പോഴേക്കും മണി, സ്മരണയുണ്ടാവൂലെന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ. മുട്ടറുത്ത് തടസ്സങ്ങൾ മാറ്റിയേ ഞാൻ മിണ്ടാൻ പാടില്ലെന്നാ അവൻ പറയുന്നത്. പോറ്റി സങ്കടത്തോടെ പറയേ. അണ്ണ, ഒരു നല്ല കാര്യത്തിനിറങ്ങുമ്പോ തടസ്സവും തർക്കവും ഒന്നും പറയല്ലേ.
എന്ന് മണിയും ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഞാൻ ഒതുങ്ങണം അതല്ലേ എന്ന് പോറ്റിയും ദേഷ്യത്തോടെ ചോദിക്കേ. സംസാരം വേണ്ടെന്ന് മണി താക്കീത് ചെയ്യുമ്പോഴേക്കും വീണയും അങ്ങോട്ടെത്തുകയാ. അവളെ കണ്ട് സന്തോഷത്തോടെ ആ വീണമോള് വന്നല്ലോ എന്ന് നടേശൻ പറയുമ്പോഴേക്കും വീണയും നടന്ന് സന്തോഷിന്റെ അരികിലേക്ക് എത്തിയിരുന്നു. അവളെ കണ്ടവൻ സന്തോഷത്തോടെ എഴുന്നേൽക്കുമ്പോഴേക്കും മോള് വന്നില്ലെങ്കിൽ ഓഫീസിലേക്ക് ഇല്ലാന്നും പറഞ്ഞിരിക്കുകയായിരുന്നു ഇവൻ എന്ന് മണിയും പറയുകയാ. ആണോ എന്നാ ഇറങ്ങിയാലോ സന്തോഷേട്ടാ എന്ന് വീണ ചോദിക്കേ. ഇറങ്ങാമെന്ന് സമ്മതിക്കുക സന്തോഷം. എന്നാ നമുക്ക് ഇറങ്ങാല്ലേ എന്ന് നടേശൻ ചോദിക്കേ. ശുഭകരമായ കാര്യങ്ങൾക്ക് മൂന്നാളായി ഇറങ്ങുന്നത് വർജ്യമാണ് മണി. അല്ല ഞാൻ കൂടി പോണോ എന്ന് പോറ്റി ചോദിക്കേ. മൂന്നാളല്ല അണ്ണ, ഞാൻ കൂടി പോകുന്നുണ്ടെന്ന് മണി. അപ്പൊ എന്റെ വറ്റ് വെള്ളത്തിലായോ എന്ന് പോറ്റി ചോദിക്കേ. ഒരു നേരം പുറത്തുനിന്നൊക്കെ കഴിക്കാമെന്ന് മണിയും. പുറത്തുനിന്ന് കഴിച്ചാൽ ഗ്യാസ് കയറും അതാ എന്ന് പോറ്റി. അളിയ ഗ്യാസിനാ ഇപ്പോ ക്ഷാമം എന്ന് പറഞ്ഞ് നടേശനും ചിരിയോടെ നടന്നു നീങ്ങുകയാ. കൂടെ ബാക്കിയുള്ളവരും. അവർ കാറിനടുത്തെത്തുമ്പോഴേക്കും വീണയും സന്തോഷിനോടായി. സന്തോഷേട്ടൻ മുന്നിൽ കയറ്, ഇന്ന് സന്തോഷേട്ടനാ മെയിൻ എന്ന് പറയേ. അപ്പോ നാളെ മെയിൻ അല്ലേ എന്ന് സന്തോഷം. ഇനി എന്നും സന്തോഷേട്ടനാ മെയിൻ ചെല്ലെന്ന് പറയുമ്പോഴേക്കും ശരിയെന്ന് പറഞ്ഞ് സന്തോഷം മുന്നിലേക്ക് കയറിയിരിക്കുക. അപ്പോഴേക്കും മണിന്ന് വിളിച്ച് പോറ്റി ഓടി വരികയാ. മണി, ബ്ലോക്ക് ഓഫീസിനെതിരെയുള്ള ഗണപതി ക്ഷേത്രത്തില് സന്തോഷിനെ കൊണ്ടൊരു തേങ്ങ തലക്കുഴിഞ്ഞടുപ്പിക്കണം എന്ന് പറയേ. ചെയ്യാണെന്ന് മണിയും സമ്മതിക്കുക. മണി കാറിൽ കയറാൻ തുടങ്ങുമ്പോഴേക്കും പിന്നെ ഒരു കറുകമാല കൂടി വാങ്ങിച്ചേക്ക്, വിഘ്നങ്ങളെല്ലാം മാറട്ടെ എന്ന് പോറ്റി പറയെ. കൊടുക്കാണെന്ന് മണിയും. മണി കാറിലേക്ക് കയറുമ്പോഴേക്കും പോറ്റിയും സന്തോഷിനെ വിളിച്ച് സന്തോഷേ സർവീസ് തുടങ്ങുന്ന ദിവസമാ, വിഘ്നങ്ങളൊന്നും വരുത്തല്ലേ എന്ന് പ്രാർത്ഥിച്ചോണേ എന്ന് പറയേ. സന്തോഷം തല കുലുക്കി സമ്മതിക്കുകയാ. അവർ കാറുമെടുത്ത് പോയി കഴിയുമ്പോഴേക്കും ഈശ്വര രക്ഷിച്ചോണേ ആണ്ടവാ എന്ന് പറഞ്ഞ് പ്രാർത്ഥനയോടെ നിൽക്കുകയാ പോറ്റി. പിന്നീട് റെജി മാധവത്തിലേക്ക് എത്തുകയാ. ലിവിംഗ് റൂമിലേക്ക് കയറി വരുന്ന അവൻ അപ്പ എന്ന് നീട്ടി വിളിക്കേ. അപ്പച്ചിയും അങ്ങോട്ട് വന്ന് എന്തായി നിന്റെ അവിടുത്തെ അഭ്യാസമൊക്കെ കഴിഞ്ഞോ എന്ന് ചോദിക്കേ. ഒരു ഘട്ടം കൂടി കഴിഞ്ഞപ്പാ, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും കൂടി കഴിഞ്ഞു എന്ന് റെജി പറയേ. അപ്പോ ഇനി എന്തൊക്കെയുള്ളൂ എന്ന് ടീച്ചർ അമ്മയും. മെഡിക്കൽ ടെസ്റ്റ് ഉണ്ട്, പിന്നെ വെരിഫിക്കേഷൻ എന്ന് റെജി. അപ്പോ ടെക്നിക്കലി വലിയ കടമ്പയൊക്കെ കടന്നു എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോഴേക്കും സുജിയും അങ്ങോട്ടെത്തി. ടീച്ചറെ വീണ എത്തിയോ എന്ന് ചോദിക്കുക. അവളേക്കാണെ ഒരു ചിരിയോടെ വീണയെ തന്നെ തിരക്കി വന്നതാണോ എന്ന് ചോദിക്കേ. ചേട്ടൻ എപ്പോഴാ വന്നതെന്ന് സുജി റെജിയോടായി ചോദിക്കുക. അത് പിന്നെ എന്ന് പറഞ്ഞ് റെജി നിൽക്കുമ്പോഴേക്കും അങ്ങനെ ചേട്ടൻ വന്നതറിയാതെ വന്നതാണെന്ന് ഞാൻ അങ്ങ് വിശ്വസിച്ചു മോളെ എന്ന് ടീച്ചറമ്മ. അവര് രണ്ടുപേരെയും ടീച്ചറമ്മ സ്വീകരിച്ചിരുത്തുമ്പോഴേക്കും സുജിയും റജിയും പരസ്പരം കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ച് എന്തൊക്കെയോ സംസാരിച്ചുകൊണ്ടിരിക്കുക. ടീച്ചറമ്മയും റിജി ഫിസിക്കൽ കഴിഞ്ഞു വന്നതാ എന്ന് പറയുന്നുണ്ടെങ്കിലും അവരതൊന്നും കേൾക്കുക പോലും ചെയ്യാതെ വേറെ ഏതോ ലോകത്തായിരുന്നു. അത് കാണേ ടീച്ചറമ്മയും ചിരിയോടെ ഞാൻ ഇതൊക്കെ ആരോടായി പറയുന്നേ എന്ന് ചോദിക്കുക. ഒരു ഞെട്ടലോടെ എന്താപ്പാ എന്ന് റിജിയും. അപ്പോഴേക്കും സുജിയും പറയുന്നുണ്ട് ഞാൻ വീണയെ കാണാന്ന് വെച്ച് വന്നതാ, ഇന്നാ ചേട്ടന്റെ ജോയിനിങ് ദിവസമല്ലേ, അപ്പോ ഇന്ന് ആളോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് മോഷൻ മൂവ് ചെയ്യുന്ന കാര്യം വ്യക്തമായി പറയാമെന്ന് വീണ പറഞ്ഞിരുന്നു എന്ന് പറയേ. കുഞ്ഞി പോയിട്ട് എത്തിയില്ല. സന്തോഷിന്റെ പിന്നാലെയുള്ള പോക്കിനെ എല്ലാവരും കുഞ്ഞിയെ വിമർശിച്ചതാ, എന്തോ അവള് കേൾക്കുന്നേയില്ല എന്ന് ടീച്ചറമ്മ ടെൻഷനോടെ പറയുമ്പോഴേക്കും റെജി വീണ്ടും സുജിയോടായി ഇനിയും മെഡിക്കൽ വെരിഫിക്കേഷൻ കൂടിയുള്ളൂ എന്ന് പറയുന്നുണ്ട്. ചിരിയോടെ ടീച്ചറമ്മയും അത് ശ്രദ്ധിച്ചിരിപ്പാ. ഹെൽത്ത് ശ്രദ്ധിച്ചോണേ ചേട്ടാ, ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ പോലും പ്രശ്നമാവുമെന്ന് സുജി ഓർമ്മിപ്പിക്കെ. അത് ശ്രദ്ധിക്കാമെന്ന് റെജി. അപ്പോഴേക്കും വീണയും അങ്ങോട്ടെത്തുകയാ. റെജി ചേട്ടാ ഫിസിക്കൽ കഴിഞ്ഞു റെജി ചേട്ടാ എന്ന് വീണ ചോദിക്കെ. കഴിഞ്ഞു, പാസ്സായി എന്ന് റെജിയും. ഇപ്പോ ചിലവുണ്ടെന്ന് വീണ പറയെ. ചിലവൊക്കെ ജോലിയായിട്ട് ഇനിയും പ്രോസസ്സുകൾ ബാക്കിയുണ്ട് എന്നവൻ പറയെ. ആണല്ലേ എന്ന് വീണയും. സുജി നിന്നെ കാണാൻ വേണ്ടി വന്നതാണെന്ന് ടീച്ചറമ്മ വീണയോടായി പറയേ. വീണ നമുക്ക് അങ്ങോട്ട് നിൽക്കാം ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് സുജി അവളെ മാറി നിർത്തി സംസാരിക്കുകയാ. എന്തായി ജോയിനിങ് ഒക്കെ ഭംഗിയായില്ലേ എന്ന് സുജി ചോദിക്കുക. ആയി, പുതിയ ഓഫീസല്ലേ അതിന്റെ ഒരു പകപ്പുണ്ട് സന്തോഷേട്ടന് എന്ന് വീണ പറയേ. അത് മാറും എന്നിട്ട് ആളോട് സംസാരിച്ചോ എന്ന് സുജിയും. സന്തോഷേട്ടനോട് കാര്യങ്ങൾ പറയാൻ പ്രിപ്പയർഡ് ആയിരുന്നിട്ടും പറയാൻ പറ്റിയില്ല, എന്തൊക്കെയോ ഒരു ടെൻഷൻ പേടി എന്ന് വീണ ടെൻഷനോടെ പറയേ. അതോത്ത് ടെൻഷൻ ആവണ്ട, നമുക്ക് മാനേജ് ചെയ്യാം, കൂളായിരിക്കേ, ഈ കാര്യം താൽക്കാലം ആലോചിക്കേണ്ടെന്ന് സുജി പറയേ. ശരിയെന്ന് വീണയും. അപ്പോഴേക്കും സുജി ടീച്ചറമ്മയുടെ അടുത്തേക്ക് ചെന്ന ടീച്ചറെ ഞാൻ ഇന്ന് ഇറങ്ങുവാണേ. വീണ ഞാൻ വിളിച്ചോളാമെന്ന് പറഞ്ഞ് യാത്ര പറഞ്ഞിറങ്ങാൻ നേരം റജിയും അപ്പാ ഞാനും ഇറങ്ങുവാ, അല്ലെങ്കിൽ വീട്ടിലെത്താൻ വൈകുമെന്ന് പറയുക. ഓ ഇപ്പം മനസ്സിലായി, രണ്ടും അബദ്ധത്തിൽ വന്നതാണെന്ന്. ചെല്ല് എന്ന് ടീച്ചറമ്മ ചിരിയോടെ പറയേ. ശരി അപ്പാന്ന് പറഞ്ഞ് റജിയും സുജിയും അവിടുന്ന് ഇറങ്ങുകയാ. ടെൻഷനോടെ നിൽക്കായിരുന്ന വീണയോടായി എന്തു പറ്റി മോളെ എന്ന് ടീച്ചറമ്മ ചോദിക്കേ. ഒന്നുമില്ലമ്മാന്ന് വീണയും. അതെനിക്ക് മുഖം കണ്ടപ്പോ മനസ്സിലായി, ഒന്നുമില്ലെന്ന് അമ്മ പറയുമ്പോഴേക്കും വീണയും ഒന്നും മിണ്ടാതെ അകത്തോട്ട് കയറി പോവുകയാ. പിന്നീട് റജി ബസ് സ്റ്റോപ്പിൽ ഇരിക്കുമ്പോഴാണ് കനി അതുവഴി ബുള്ളറ്റിൽ പോകുന്നത്. റജിയെ കണ്ടവൾ വണ്ടി നിർത്തുമ്പോഴേക്കും റജിയും അവളുടെ അടുത്തേക്ക് ഓടി വരികയാണ്. എന്താണ് റജി ചേട്ടൻ നിങ്ങളെ അവിടുന്ന് തുറന്നു വിട്ടാ എന്ന് കനി ചോദിക്കേ. ഫിസിക്കൽ കഴിഞ്ഞു എന്ന് റജിയും. കിട്ടിയോ എന്ന് കനി ചോദിക്കേ. കിട്ടി എന്ന് റജിയും. കൊടുകായി എന്ന് പറഞ്ഞ് അവൾ അവന് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് അപ്പോ സംഗതി സെറ്റായല്ലേ എന്ന് ചോദിക്കേ. റജിയും സന്തോഷത്തോടെ സക്സസ് ആയി, വലിയ കടമ്പകൾ കഴിഞ്ഞു, ഇനി മെഡിക്കൽ വെരിഫിക്കേഷൻ കൂടിയുണ്ടെന്ന് പറയുകയാണ്. അതൊക്കെ ഇനി ഈസി പ്രോസസ് ആണെന്ന് കനി പറയേ.
എല്ലാം ഈസിയാണെന്ന് പറയാൻ പറ്റില്ല, ഇതും കൂടി ഒന്ന് കഴിഞ്ഞു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് റജിയും. അതൊക്കെ കടക്കും ചേട്ടാ, കൂൾ എന്ന് കനിയും. അല്ല ഞാനേ അപ്പുറം വെച്ചൊരു വക്കീലിനെ കണ്ടായിരുന്നു, എന്തെങ്കിലും പ്ലാൻ ഇട്ട് കൂടിക്കാഴ്ചയായിരുന്നോ എന്ന് കനി സംശയത്തോടെ ചോദിക്കേ. ഏയ് അത് പിന്നെ വക്കീലെ വീണയുടെ കേസിന്റെ കാര്യം പറയാൻ മാധവത്തിൽ വന്നിരുന്നു, അപ്പൊ കണ്ടുവെന്ന് റജിയും. കനിയും ചിരിയോടെ ഓ അന്നേരം അറിയാതെ ഒന്ന് കണ്ടു അല്ലേ? പച്ചവെള്ളം ചവച്ചു കുടിക്കുന്ന പാർട്ടീസ് അല്ലേ? അല്ല ചേട്ടൻ വരുന്ന നേരത്ത് തന്നെ വീണയുടെ കേസിന്റെ കാര്യവുമായി വക്കീൽ എത്തിയല്ലോ അല്ലേ? ഹോ പരിപാടിയൊക്കെ തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആണെന്ന് മനസ്സിലായി എന്ന് കനി അർത്ഥം വെച്ച് പറയേ. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും എന്ന് റജിയും. ആണുങ്ങളെ പോലെ ചമ്മലില്ലാണ്ട് അതങ്ങ് സമ്മതിച്ചു തരണമെന്ന് കനി എന്ന് കനി പറയേ. റജിയും ഒരു ചിരിയോടെ നിന്ന് പെട്ടെന്ന് ഓർത്തെടുത്ത് കനി ഇന്നായിരുന്നു സന്തോഷിന്റെ റീജോയിനിങ്. കാര്യങ്ങൾ എന്തായാലും സംസാരിക്കാൻ വീണയോട് വക്കീൽ പറഞ്ഞിട്ടുണ്ട്, അക്കാലം സംസാരിക്കാൻ ആ വക്കീൽ വന്നതെന്ന് റജിയും. വെറുതെ നമ്മൾ ബ്രാൻഡിയെ സംശയിച്ചെന്ന് ചിരിയോടെ കനി. ഞാനൊരു സിമ്പിൾ ചോദ്യം ചോദിക്കാം, നിങ്ങൾ രണ്ടാളും മാധവത്തിലെത്തും മുമ്പ് വിളിച്ചിരുന്നോ എന്ന് കനി ചോദിക്കെ. വിളിച്ചിരുന്നുവെന്ന് റജി സമ്മതിക്കുകയാണ്. മാധവത്തിലേക്ക് പോകുന്നു എന്നത് നേരത്തെ രണ്ടാൾക്കും അറിയായിരുന്നോ എന്നവൾ ചോദിക്കെ. അറിയായിരുന്നു എന്ന് അവനും സമ്മതിക്കുകയാണ്. ദാറ്റ്സ് ഓൾ യുവർ ഓണർ, ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. കണ്ണടച്ച് പാല് കുടിക്കുന്ന കള്ളിപ്പൂച്ചകളെ എന്ന് കനി ചിരിയോടെ പറയേ. എന്നെ ഇങ്ങനെ കൊല്ലാതെ കനി, ഞാൻ കണ്ടില്ലെന്നോ വിളിച്ചില്ലെന്നോ പറഞ്ഞില്ലല്ലോ എന്ന് റജി. അതുപോട്ടെ, വേറൊരു ഇമ്പോർട്ടന്റ് കാര്യം പറയാനുണ്ടെന്ന് കനി പറയേ. അതെന്താന്ന് റജി. മോഹൻ പരോളിൽ ഇറങ്ങിയിട്ടുണ്ട്, മഹേഷേട്ടന്റെ കടയിലൊക്കെ പോയി പ്രശ്നമുണ്ടാക്കി. കൃഷ്ണചന്ദ്രൻ സാറ് ചികിത്സയ്ക്കായിട്ട് മാധവത്തിൽ നിൽക്കുന്നതാ അയാളുടെ ചുരുക്കം. ആള് ചെറിയമ്മേനെ വിളിച്ചിട്ട് ഭീഷണിയും ഷോയും കാണിച്ചു. അയാൾക്കിട്ട് ചാമ്പണമെന്ന് വിചാരിച്ചതാ, പിന്നെ റജി ചേട്ടനും കൂടി വരട്ടെ എന്ന് വിചാരിച്ചു. നമ്മൾ ഇനിയും മിണ്ടാണ്ടിരുന്നാലേ അയാള് വീട്ടുമുറ്റത്ത് വന്ന് അഴിഞ്ഞാടും. ഒരു ദിവസം ഞാൻ അയാളെ കവലിൽ വെച്ച് കണ്ടായിരുന്നു. ആൾക്കൊട്ടും വയ്യ, ഒരുമാതിരി കുറച്ച് നടക്കുന്നത്, ആകെ പഴുത്തിരിക്കുക. അന്ന് ജയിലിൽ ചാടി പിടിച്ചപ്പോഴേ പോലീസ് നന്നായി ചതച്ചെന്ന് തോന്നുന്നു. അതുകൊണ്ട് ആവതൊന്നുമില്ല, വെറുതെ എടുത്തിട്ടിരിക്കാം എന്ന് കനി പറയുന്നത് കേൾക്കെ. റജിയും ഫിസിക്കൽ കഴിഞ്ഞിട്ട് നന്നായി ശരീരം വേർക്കാനും അനങ്ങാനുമുള്ള ചാൻസ് അല്ലേ, നമുക്ക് ഇടിച്ചു പൊടിക്കാമെന്ന് ദേഷ്യത്തോടെ പറയുന്നു. ഇനി ഇത് തീർത്തിട്ട് മുത്താർമല പിടിച്ചാ പോരെയെന്ന് കനി ചോദിക്കേ. മതി, ഒരു ധൃതിയുമില്ല. അപ്പച്ചനോട് ഞാൻ വിളിച്ചു പറയാം, അപ്പയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിട്ട് ഒരുത്തിനും ഇവിടെ ഞെളിഞ്ഞു നടക്കാൻ പാടില്ല എന്നവൻ തീർത്തു പറയേ. അത്രയുള്ളൂ, വാ വണ്ടി കയറെന്ന് കനി വിളിക്കുമ്പോഴേക്കും അവൻ വണ്ടിയിൽ കയറേ. കനി ബുള്ളറ്റ് എടുത്ത് പോവുകയാണ്. അവിടെ സന്തോഷിന്റെ വീട്ടിൽ നാവിൽ കൊതിയോർക്കൊണ്ട് ഒരു സദ്യയുടെ കവിത ചൊല്ലുകയായിരുന്നു പോറ്റി. അപ്പോഴാണ് പോറ്റിയുടെ മൊബൈലിലേക്ക് മോഹന്റെ വിളി വരുന്നത്. അൺനോൺ നമ്പറിലെ കോൾ കണ്ട് ഹലോ ആരാ എന്ന് പോറ്റി ചോദിക്കേ. എടോ കാർന്നോരെ, താൻ എന്റെ നമ്പർ സേവ് ചെയ്തില്ലല്ലേ എന്ന് മോഹനും. അതൊന്നും എനിക്ക് അറിഞ്ഞൂടാ, നീ എന്നെ വിളിക്കല്ലേ മോഹന, ഞാൻ നിന്റെ അടുത്ത് അന്നും പറഞ്ഞതല്ലേ എന്ന് പോറ്റി ചോദിക്കേ. എടോ കാർന്നോരെ, താനൊന്ന് പേടിക്കാതിരിക്കെ, ഞാൻ തന്നെ വിഴുങ്ങാനൊന്നും വന്നതല്ല. ഞാൻ ഇവിടെ അടുത്തൊരു കടയില് പൊറോട്ടയും ചിക്കൻ ഫ്രൈയും ഒക്കെ കണ്ടപ്പോ തന്നെ എനിക്ക് ഓർമ്മ വന്നു എന്ന് മോഹൻ പറയുന്നതിൽക്ക് സന്തോഷത്തോടെ അതെവിടാ മോഹന എന്ന് പോറ്റി. ഇവിടെ ക്ലബിന്റെ അടുത്താ, താൻ ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഞാൻ വാങ്ങിത്തരാമെന്ന് മോഹൻ പറയും. കാര്യം മനസ്സിലായ പോറ്റിയും ചിരിയോടെ എനിക്കൊന്നും വേണ്ട എന്ന് പറയുക. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ എന്തായാലും ഒരു പാർസൽ വാങ്ങുന്നുണ്ട് എന്ന് മോഹൻ പറയേ. ആണോ എന്ന് പോറ്റി. അപ്പൊ തനിക്ക് വേണ്ടല്ലോ എന്ന് മോഹൻ വീണ്ടും ചോദിക്കേ. നീ ചിക്കനും പൊറോട്ടയും എന്നൊക്കെ പറഞ്ഞ് എന്നെ ചതിക്കല്ലേ മോഹന എന്ന് പോറ്റി. എന്ത് ചതിയാടോ? എടോ ഞാനിപ്പോ പരോളിൽ ഇറങ്ങിയതല്ലേ ഉള്ളൂ, പിന്നെ എന്താന്ന് വെച്ചാ നാട്ടിൽ അടുപ്പമുള്ളവരെയൊക്കെ ഒന്ന് കാണണം, തിരിച്ചു മടങ്ങണം, അത്രേ ഉള്ളൂ എന്ന് മോഹൻ പറയുന്നത് കേട്ട് ഒരു ചിരിയോടെ ഇരിക്കുന്ന പോറ്റിയെ കാണിക്കുന്നിടത്താണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. മോഹന്റെ വാക്കുകളിൽ മയങ്ങി പോറ്റി മോഹനെ കാണാൻ എത്തുന്നതും അവർ രണ്ടുപേരും സംസാരിക്കുന്നതിനിടയിൽ വീണയും റിജിയും അങ്ങോട്ടെത്തി അവരെ പെരുമാറുന്നതും ജോണേട്ടന്റെ കാര്യത്തിൽ ഒരു ക്ലാരിറ്റി വരുത്താൻ വീണയോട് കനി ആവശ്യപ്പെടുന്നതും സന്തോഷ് വീണയ്ക്കായി നൽകിയ ആ രണ്ടാമത്തെ ഗിഫ്റ്റ് വീണ തുറന്നു നോക്കുന്നതുമെല്ലാമാണ് നാളത്തെ എപ്പിസോഡിലെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.